കേരള രാഷ്ട്രീയ ചരിത്രത്തില് 1977 മുന്നണി സംവിധാനം നിലവിൽ വന്ന ശേഷം 2021 ആദ്യമായി LDF തുടർഭരണം നേടി അധികാരത്തിൽ വന്നു. 2016 LDFന്റെ ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ LDFന് 140 91 സീറ്റുകളാണ് കിട്ടിയത്. അടുത്ത 5 വർഷത്തെ ഭരണത്തിന് ശേഷം 2021 വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു. ഇത്തവണ 140 99 സീറ്റുകളാണ് കിട്ടിയത്, അതായത് 8 സീറ്റുകൾ അധികം. എന്തായിരുന്നു LDFന് തുടർഭരണം സാധ്യമാക്കിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടുന്നത്. 2016 LDF ക്യാമ്പയിൻ എന്തായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? LDF വരും, എല്ലാം ശരിയാകും. വളരെ സക്സസ്ഫുള്ളായ ആ ക്യാമ്പയിനിൽ കൂടിയാണ് LDFന് 91 സീറ്റുകൾ കിട്ടിയത്. 2021 മാറി മാറി വരുന്ന മുന്നണി ഭരണത്തിൽ പ്രതീക്ഷയർപ്പിച്ച UDFന് തിരിച്ചടി നൽകിക്കൊണ്ട് എല്ലാ അനുകൂല ഘടകങ്ങളെയും പിന്തള്ളിയാണ് 2021 LDF ക്യാമ്പയിൻ ഉറപ്പാണ് LDFന് തുടർഭരണം സാധ്യമാക്കിയത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വരികയാണ്. എന്തായിരിക്കും LDFന്റെ ക്യാമ്പയിൻ? ഈ അടുത്ത് ഇറങ്ങിയ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് മൂവി തുടരും LDFന് വീണ്ടും ഒരു ക്യാമ്പയിൻ സാധ്യമാക്കുകയാണ്. ഇത്തവണത്തെ LDF ക്യാമ്പയിൻ LDF തുടരും എന്നാകാനാണ് 99% ചാൻസും. അങ്ങനെ ഒരു ക്യാമ്പയിൻ വന്നാൽ UDFന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും LDFന്റെ മറ്റൊരു തുടർഭരണം നിഷ്ഫലമാക്കാൻ. അതെ, LDF തുടരും ക്യാമ്പയിൻ 2026 LDF അധികാരത്തിൽ തുടരാൻ സഹായകമാകുകയാണ്. ഒപ്പം പിണറായി വിജയനും LDFനും മോഹൻലാലിനോട് നന്ദി പറയാം.